ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു കൃതിയാണ് സ്നേഹപൂർവ്വം അമ്മ. മേഘം വന്ന് തൊട്ടപ്പോൾ എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കൃതിയാണ് സ്നേഹപൂർവ്വം അമ്മ എന്ന് പറയുന്നത്. ഒരു കത്തിൻ്റെ രൂപത്തിലുള്ളൊരു കൃതി കൂടിയാണ് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്നേഹപൂർവ്വം അമ്മ എന്ന് പറയുന്നത്. സുഗതകുമാരി ടീച്ചറിനെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയും പാരിസ്ഥിതിക പ്രവർത്തകയുമായിരുന്നു നമ്മുടെ സുഗതകുമാരി ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സുഗതകുമാരി ടീച്ചറിൻ്റെ വളരെ പ്രശസ്തമായിട്ടൊരു കൃതിയാണ് സ്നേഹപൂർവ്വം അമ്മ എന്ന് പറയുന്നത്. ആദ്യം ആ ടൈറ്റിൽ ഒന്ന് നമുക്ക് നോക്കാം. വീണുയർന്നു വളരണം, കണ്ണു രണ്ടും തെളിയണം, പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ട് നീങ്ങണം. ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വാക്യങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ? വളരെ നല്ലൊരു ഉപദേശം കൂടി തരുന്നുണ്ട് ഈ വരികൾ. തീർച്ചയായും ഒരു മകനോട് അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു മകളോട് അമ്മയ്ക്ക് നൽകാവുന്ന ഒരു ഉപദേശം കൂടിയാണ് ഈ വരികൾ എന്ന് പറയുന്നത്. ഈ വരികളിൽ നിന്നും ഈ പാഠഭാഗത്തുള്ള എന്തൊക്കെയോ സൂചനകൾ നമുക്ക് മനസ്സിലാക്കാം. ആ വരികൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. അവസാനം എത്തുമ്പോഴത്തേക്കും ഈ വരികളിൽ എന്താണ്, എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയുള്ള ഉപദേശം നമുക്ക് എവിടെയൊക്കെയാണ് പാലിക്കേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. സ്നേഹപൂർവ്വം അമ്മ. കുഞ്ഞുമോനെ, നിന്റെ കത്ത് കിട്ടിയിട്ട് 3 ആഴ്ചയായി. അമ്മ എന്നും നോക്കിയിരിക്കുകയാണ്. ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു മകന് വേണ്ടിയിട്ട് അമ്മ എഴുതുന്ന കത്താണിത്. സ്വാഭാവികമായിട്ടും നമ്മൾ അമ്മയിൽ നിന്നും വിട്ടുമാറി നിൽക്കുമ്പോൾ ഇന്ന് കത്തുകൾക്കധികം പ്രസക്തിയില്ല. കാരണം എന്താണ്, വാട്സപ്പ് സന്ദേശങ്ങളായിട്ടും അല്ലെങ്കിൽ ഫോൺ കോളുകളായിട്ടൊക്കെ നമുക്ക് അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്നിരുന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തേക്ക് അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ ഇടയ്ക്കിടെ വിളിച്ച് ചോദിക്കും. അതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്താണ്? നിനക്ക് സുഖമാണോ? നീ ഭക്ഷണം കഴിച്ചോ? ഇത് തീർച്ചയായിട്ടും അമ്മ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ? ആ ഒരു വാത്സല്യവും സ്നേഹവും നമ്മുടെ അമ്മയിൽ കവിഞ്ഞ് മറ്റാർക്കും തന്നെ ഈ ലോകത്തില്ല എന്ന് നമുക്ക് പറയാം ഇല്ലേ? ഇപ്പോൾ കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ആശങ്ക അറിയിക്കുവാണ് അല്ലേ? നിൻ്റെ കത്ത് കിട്ടിയിട്ട് 3 ആഴ്ചയായി. അപ്പോൾ നിന്നെ പറ്റിയിട്ടുള്ള വിവരമൊന്നും അറിയാനിട്ട് അമ്മ ആകെ ഒരു പരിഭ്രമത്തിലിരിക്കുന്ന സമയത്താണ് ഈ കത്ത് എഴുതുന്നത്. അമ്മ എന്നും നോക്കിയിരിക്കുകയാണ്. ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ. അപ്പം മകൻ എന്താണ്, ഒരല്പം ദൂരെ ഒരു നഗരത്തിൽ, ഒരു സിറ്റിയിൽ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയി. ഒരു പക്ഷേ ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ മാറി നിൽക്കുന്ന സമയം. അമ്മയ്ക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ചൊരു കാര്യം കൂടി ഉണ്ടായി. പരിഭ്രമം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു വേവലാതി, ആശങ്ക എന്നൊക്കെ പറയാം. ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മനോരോഗ ആശുപത്രിയിലെ ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി. ഡോക്ടർ വാർഡിലായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുമ്പോൾ നിരനിരയായുള്ള മുറികളിൽ നിന്നുയരുന്ന ബഹളവും പുലമ്പലും ചിരിയും കരച്ചിലും എല്ലാം കേട്ടുകൊണ്ട് തിടുക്കത്തിൽ പോരുമ്പോൾ പെട്ടെന്ന് അമ്മേ അമ്മേ എന്ന് ഉറക്കെയുള്ള ഒരു വിളി. ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. മോനെ, നിന്റെ ശബ്ദമായിരുന്നു അത്. ആ വിളി കേട്ടിടത്ത് ഞാൻ ഓടിച്ചെന്നു. ഇവിടെ എന്താ പറയുന്നത്? അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ എന്തോ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് മനോരോഗ ആശുപത്രിയിലേക്ക് പോവാണ്. മനോരോഗ ആശുപത്രി എന്താ? മെൻ്റൽ ഹോസ്പിറ്റൽ അല്ലേ? മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോയി എന്തോ ഒരു വിവരം അന്വേഷിക്കാനായിട്ട്. അങ്ങനെ പോയ സമയത്ത് ഡോക്ടർ വാർഡിലായിരുന്നു. അവിടെ ഡോക്ടറിനെ കണ്ടിട്ട് തിരിച്ചു മടങ്ങുന്ന സമയത്ത് നിരനിരയായി മുറികളുണ്ട്. അവിടെ പല 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 രോഗങ്ങളിൽ ഉള്ള പല പല അവസ്ഥകളിലുള്ള രോഗികളെ അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലേ? മനോരോഗ ആശുപത്രിയിൽ വരുന്ന ഓരോരുത്തർക്കും എന്താണ്, അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഓരോരോ കാരണങ്ങളുണ്ടാകാം. മനസ്സിന് താങ്ങാനാവാത്ത കാരണങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കുമ്പോഴൊക്കെയാണ് അവർ എന്താണ്, സമനില തെറ്റിപ്പോകുന്നതും ഇത്തരം ആശുപത്രികളിൽ പോകേണ്ടി വരുന്നതും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഓരോ മുറികളിൽ നിന്നും എന്താണ്, ഓരോ തരത്തിലുള്ള ബഹളവും പുലമ്പൽ മീൻസ് എന്താണ്, ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, കാര്യത്തിനല്ലാണ്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ പുലമ്പൽ എന്ന് പറയുന്നത്. അങ്ങനെ സംസാരിക്കുക. പിന്നെ എന്താണ്, ചിലർ ചിരിക്കുന്നുണ്ട്, ചിലർ കരയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ്, അമ്മേ അമ്മേ എന്നുള്ള ഉറക്കെ ഒരു വിളി ഈ അമ്മ കേട്ടു. അപ്പോൾ അമ്മ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് പോയി. സ്വാഭാവികമായിട്ടും എന്താണ്, അമ്മേ എന്നൊരു
വിളി കേൾക്കുമ്പോൾ ഏതൊരമ്മയ്ക്കും എന്താണ് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു വാത്സല്യം തോന്നും, ആരോടാണെങ്കിലും. തീർച്ചയായിട്ടും അതെ. അപ്പോൾ എന്താണ് അവിടെ അമ്മയ്ക്ക് തോന്നി എന്താണ്, മോനെ നിൻ്റെ ശബ്ദമായിരുന്നു. ആ അമ്മയെന്നുള്ള വിളിക്ക് അമ്മയുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നി എന്താണ്, തൻ്റെ അടുത്തില്ലാത്ത തൻ്റെ മകനാണോ വിളിക്കുന്നതെന്നുള്ള ഇതാണ് അമ്മയ്ക്ക് തോന്നിയത്. ആ വിളി കേട്ടിടത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. അഴികളിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി നിൽക്കുന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ആ അമ്മയെന്നുള്ള വിളി കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, ഒരു കുട്ടി അഴികളിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. അഴികൾ മീൻസ് എന്താണ്, ആ വാതിലിൻ്റെ അഴികൾ ഉണ്ടാവല്ലോ, അതിൽ പിടിച്ച് നിൽക്കുന്നു. വെളുത്തു നിവർന്നൊരു 18കാരൻ. ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ എത്ര വയസ്സാണ് മതിപ്പ് തോന്നുന്നത്? 18 വയസ്സാണ് തോന്നുന്നത്. നിൻ്റെ അതേ മട്ട് മീൻസ് എന്താണ്, നിൻ്റെ അതേ, കാണാനൊക്കെ നിന്നെ പോലെ തന്നെയാണ് എന്നുള്ളത്. അതേ നിറവും ചുരുണ്ട മുടിയും അതേ മുഖഭാവവും. അവനെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അമ്മയ്ക്ക് സമപ്രായത്തിലുള്ള തൻ്റെ മകനെയാണ് ഓർമ്മ വന്നത്. പക്ഷെ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്ത് ശൂന്യമായി, നെഞ്ചുകൂട് കെട്ടി ആകെ പരവശനായി മലിനനായി അവൻ അഴിക്കിടയിലൂടെ എൻ്റെ നേർക്ക് കൈനീട്ടി ഉറക്കെ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് തൻ്റെ മകനെ ഓർമ്മ വന്നെങ്കിലും, തൻ്റെ മകൻ്റെ അതേ മുഖഭാവമൊക്കെയാണ് ഓർമ്മ വന്നതെങ്കിലും, ആ കുട്ടി എങ്ങനെയുള്ളതായിരുന്നു? നെഞ്ചുകൂട് കെട്ടി. നെഞ്ചുകൂട് കെട്ടുന്ന എന്താ, കൂട് കെട്ടുക മീൻസ് എന്താണ്, ഉൾവലിയുക, നെഞ്ചുള്ളിലോട്ട് വലിയുന്നതിനാണ് കൂട് കെട്ടുക എന്ന് പറയുന്നത്. ആകെ പരവശനായി മീൻസ് എന്താണ്, ക്ഷീണിതനായിട്ട്. മലിനനായി എന്ന് പറഞ്ഞാൽ എന്താണ്, വൃത്തിയോടെ അല്ല നിൽക്കുന്നത്, ഒരു രോഗിയാണ് അല്ലേ. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, അങ്ങനെ നിൽക്കുന്ന കുട്ടി അഴികൾക്കിടയിലൂടെ എൻ്റെ നേർക്ക് കൈനീട്ടി ഉറക്കെ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. അമ്മേ അമ്മേ, അമ്മ പോവല്ലേ, എന്നെ ഇവിടെ വിട്ടിട്ട് പോവല്ലേ, ഞാൻ ആ നീട്ടിയ കൈ പിടിച്ച് കരയല്ലേ മോനെ എന്ന് ആശ്വസിപ്പിച്ചു. അപ്പം മകൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടിയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്താണ്, ഒരു വാത്സല്യം തോന്നി. അവർക്ക് ആ മുഖമൊക്കെ കണ്ടിട്ട് വളരെ സങ്കടം തോന്നിയിട്ട് എന്താണ്, മോനെ നീ കരയരുതേ എന്ന് അമ്മ പറയുവാണ്. എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു. അവൻ കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടെ കൊണ്ടുവന്നു. അവൻ തേങ്ങി കരയാൻ തുടങ്ങി. തേങ്ങി കരയാൻ മീൻസ് എന്താണ്, ഉള്ളിൽ നിന്നും അത്രയും വിഷമത്തോടു കൂടി ഏങ്ങി കരയുക എന്നാണ് പറയുന്നത്. മുറിയിലുള്ള മറ്റു രോഗികൾ അവനെ ശാസിക്കുക മീൻസ് എന്താണ്, വഴക്ക് പറയുന്നു. മറ്റു രോഗികളൊക്കെ അവനെ വഴക്ക് പറയുന്നുണ്ട്. കാരണം അവരാരും തന്നെ എന്താണ്, സ്വബോധത്തോടെ നിൽക്കുന്നവരല്ല. പലരും പലതരത്തിലുള്ള മാനസിക രോഗവുമായിട്ട് അവിടെ നിൽക്കുന്നവരാണ്. അവിടെ നിന്ന് ഒരു ആശുപത്രി ജോലിക്കാരൻ പറഞ്ഞു, ഈ കൊച്ചൻ എൻജിനീയറിംഗിന് പഠിക്കുകയായിരുന്നു, വലിയ പാട്ടുകാരനാ, ഒക്കെ തുലച്ചു എന്താണ്, എല്ലാം കളഞ്ഞു, എല്ലാം നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇവനൊക്കെ ആദ്യം ഒരു രസത്തിന് തുടങ്ങും, പിന്നെ ഗതിയില്ല. പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി, കരച്ചിൽ നിന്നു. പൈശാചികമായി അമർത്തിയ ഒരു മുരളലോടെ അവൻ സെല്ലിൻ്റെ ഇരുമ്പഴിയിൽ തലയിട്ടടിക്കാൻ തുടങ്ങി. പൈശാചികം മീൻസ് എന്താണ്, വളരെ ക്രൂരമായിട്ട്, വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ആ ഇരുമ്പഴിയിൽ സ്വന്തം തലയിട്ട് അടിക്കാൻ തുടങ്ങി. ഒരിക്കലും സ്വബോധത്തോടെ ഒരു വ്യക്തി ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് സ്വന്തമായി ഹത്യ ചെയ്യുക, സ്വന്തമായി ഉപദ്രവിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആരും തന്നെ ചെയ്യാറില്ല അല്ലേ. അപ്പോൾ ഇവിടെ അവൻ്റെ മാനസിക നില മുഴുവൻ തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതിനുള്ള കാരണവും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്, അവിടുത്തെ ജോലിക്കാരൻ പറയുന്നുണ്ട്, അവന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിപ്പോയി, അതുകൊണ്ടാണ് അവനിങ്ങനെ ആയിപ്പോയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തലയിട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ആൾക്ക്, അല്ലെങ്കിൽ ഇവിടെ എന്താണ്, അമ്മ എന്താണ്, സ്വന്തം മകൻ്റെ സ്ഥാനത്താണ് ആ കുട്ടിയെ കാണുന്നത്. തൻ്റെ മകൻ്റെ അതേ പ്രായം അതേ ഭാവം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ്, അമ്മയ്ക്കത് കണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് എന്ത് ചെയ്തു, അരുതേ എന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു പോയി. ആശുപത്രി ജോലിക്കാർ എന്നെ അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് അയച്ചു. എന്താണ്, അമ്മയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അവരരുതേ, ഇങ്ങനെ ചെയ്യരുതേ മോനെ, അങ്ങനെ ചെയ്യരുതേ എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി എന്താണ്, സ്വബോധത്തോടെ അല്ല വിളിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ അവൻ സ്വബോധത്തോടെ അല്ല തലയിട്ട് അടിക്കുന്നതും. ഗേറ്റിലെത്തിയപ്പോഴും അവൻ്റെ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു. അമ്മേ പോവല്ലേ, എനിക്ക് സഹിക്കാൻ വയ്യ, തീ പിടിക്കുന്നു, തീയ്, അയ്യോ ഒരു ഷോട്ട്, ഒന്ന് മതി അമ്മേ. ചെവി പൊത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അപ്പോൾ എന്താണ്, അവൻ്റെ ഈ നിലവിളിയൊന്നും എനിക്ക് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു ചിന്തയാണെന്ന് തോന്നി. ആ മകൻ ആവശ്യപ്പെടുന്ന എന്താണ്, അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, തീ പിടിക്കുന്നു മീൻസ് അത്ര ഒരു എരിച്ചിലൊരു പരവേശമാണ്. അതായത് സ്ഥിരമായി മയക്കുമരുന്നും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു ഷോട്ട്, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അളവിനുള്ളതെങ്കിലും എനിക്ക് തായോ, എനിക്ക് പറ്റുന്നില്ല എന്ന് വിളിച്ചു കൂവാണ് കുട്ടി ചെയ്യുന്നത്. അങ്ങനെ അമ്മ എന്ത് ചെയ്തു, അവിടെ നിന്ന് ചെവി പൊത്തിക്കൊണ്ട് ഓടിപ്പോയി. എന്നിട്ട് അമ്മ പറയാണ്, കുഞ്ഞുമോനെ, നിന്നെപ്പോലൊരു കുട്ടിയാണവൻ, 18 വയസ്സിൻ്റെ എല്ലാ ധീരതയും കുസൃതിയും നിറഞ്ഞ ഒരു മിടുക്കൻ. അപ്പോൾ അമ്മയ്ക്ക് എന്താണ്, അത് നിന്നെപ്പോലെ തന്നെ ഒരു കുട്ടിയാണവൻ എന്ന് പറയുകയാണ്. ധീരത മീൻസ് എന്താണ്, ധൈര്യവും കുസൃതിയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് ആ മിടുക്കനായ കുട്ടിയെന്ന് പറയുന്നുണ്ട്. അച്ഛനമ്മമാർ ഏറെ സ്വപ്നം കണ്ട് ലാളിച്ചു വളർത്തിയവൻ, മിടുക്കിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയവൻ. തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടി തന്നെ ആയിരിക്കണം അല്ലേ. അപ്പോൾ എന്താണ്, ആ കുട്ടി നാളെ അഭിമാനത്തോടെ ജയിച്ചിറങ്ങി ഈ നാടിനെ അന്തസ്സായി സേവിക്കേണ്ടവനാണ്, ഒരു കുടുംബം പോറ്റേണ്ടവനാണ്. അവനിതാ ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ മുണ്ടുമുടുത്ത് ഭ്രാന്താശുപത്രിയുടെ അഴികൾ പിടിച്ചു കുലുക്കി അലറിക്കൊണ്ട് നിൽക്കുന്നു. ഒരിക്കലും ഒരു അച്ഛനോ അമ്മയോ കാണാനായിട്ട് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് ഇവിടെ അമ്മ നേരിട്ട് കണ്ടത്. തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങളുണ്ടാകും അല്ലേ. അപ്പോൾ എന്താണ്, അവർക്ക് അവൾക്ക് അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വീട്ടുകാർ ചെയ്തു കൊടുക്കും. അപ്പോൾ അവരാരും തന്നെ എന്താണ്, തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഈ ലോകത്തിന് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ചെയ്യരുതെന്നും സമൂഹത്തിന് നല്ലതായിട്ട് മാറണമെന്നുമാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വേർതിരിച്ച് ഇവിടെ എന്തായിരുന്നു സംഭവിക്കുന്നത്, ആ കുട്ടി എന്താണ്, മുടിയാകെ ജട പിടിക്കുക. എപ്പോഴാണ് ജട പിടിക്കുന്നത്, നമ്മൾ കൃത്യമായി ചെയ്യുക ഒതുക്കാത്ത സമയത്താണ് മുടിക്ക് കെട്ട് പിടിച്ചിട്ട് ജട പിടിക്കുന്നത്. ജട പിടിച്ച് ചോര കെട്ടി. എന്തായിരിക്കും ചോര കെട്ടുക എന്ന് പറയുന്നത്, ഇപ്പോൾ കുറച്ച് മുന്നേ ആ കുട്ടി ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്, തല ഇരുമ്പഴിക്ക് മുന്നിലായിട്ട് ഇടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പലതവണയായിട്ട് അവൻ ഒന്നുകിൽ അവൻ്റെ ശരീരത്തെ അവൻ കടിച്ചു മുറിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇടിക്കുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ എന്താണ്, മുറിഞ്ഞ് ചോര കെട്ടുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലും തോലുമായി കൃത്യമായി ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അവനങ്ങ് വല്ലാണ്ട് എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ മുണ്ടുമുടുത്ത് ഭ്രാന്താശുപത്രിയുടെ അഴികൾ പിടിച്ചു കുലുക്കി അലറിക്കൊണ്ട് നിൽക്കുന്നു. ആ കാഴ്ച ഒരിക്കലും ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല അല്ലേ. ഈ കുട്ടിയെപ്പോലെ തന്നെ 10,000-കണക്കിന് ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ. ആദ്യം തുടങ്ങുക സിഗരറ്റ് വലിയിലാണ്. താൻ കുട്ടിയല്ല, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷനാണെന്ന് ഭാവിക്കലാണ് തുടക്കം. തീർച്ചയായിട്ടും ഇതിന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ കാരണമാണ് അല്ലേ. കാരണം എന്താണ്, ഓരോരോ പരസ്യങ്ങൾ കൊണ്ടുവരുന്നത് വഴി, പരസ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. ആ പരസ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സിനിമയിലെ ഒരു ഹീറോയെ പോലെ അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു പരസ്യം നമ്മളെ സ്വാധീനിക്കും പലതരത്തിൽ. നമ്മുടെ വേഷത്തിലാണെങ്കിലും, നമ്മുടെ കെട്ടുന്ന മുടിയിലാണെങ്കിലും, അല്ലെങ്കിൽ വെട്ടിയിടുന്ന സ്റ്റൈലിലാണെങ്കിലും ഒക്കെ പരസ്യം നമ്മളെ സ്വാധീനിക്കാറുണ്ട് ഇല്ലേ. തീർച്ചയായിട്ടും അതെ. അപ്പോൾ എന്താണ്, പരസ്യങ്ങളിലെ സുന്ദരന്മാരെയും വീരന്മാരെയും അനുകരിക്കൽ, പുകയിലയുടെ വിഷം ശ്വാസകോശങ്ങളെ കാർന്നു തിന്നുമെന്ന് പറഞ്ഞാലൊന്നും വില പോകുന്നില്ല. അപ്പോൾ നമ്മുടെ മൂവീസൊക്കെ കാണുന്ന സമയത്ത് തുടക്കത്തിൽ എന്ത് കാണിക്കുന്നുണ്ട്, സ്മോക്കിംഗ് ഈസ് ഇൻജോറിയസ് ടു ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും സ്വാഭാവികമായിട്ടും ആ സിനിമയിൽ ആ ഒരു വില്ലൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു നായക കഥാപാത്രത്തിൻ്റെയോ അവൻ്റെ വീരത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഒക്കെ, അല്ലെങ്കിൽ ജനമനസ്സുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മദ്യം അല്ലെങ്കിൽ പുകവലി മുതലായ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണെന്നുള്ളത്. പക്ഷെ നമ്മൾ അതൊന്നും തന്നെ കാണുന്നില്ല. നമ്മൾ കാണുന്നത് എന്താണ്, ആ കഥാപാത്രത്തെയാണ് അല്ലെങ്കിൽ അവൻ്റെ ആ പ്രവൃത്തികളെയാണ്. അത് നമ്മുടെ മനസ്സിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളും എന്താണ്, അതുപോലെയൊക്കെ ഒന്ന് നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. തുടക്കം പുകവലിയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. പിന്നീട് മദ്യമായി വലിയ ഹോട്ടലുകളിൽ ചെന്നിരുന്ന് പതയുന്ന ഒരു ഗ്ലാസും കയ്യിൽ പിടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ താനൊരു വലിയ ആളായെന്ന് സ്വയം തോന്നുന്നു. അപ്പോൾ എന്താണ്, ദൂര സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ ഒരു സമീപത്ത് നിന്നൊന്ന് മാറി നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടികൾക്ക് ഓരോരോ ചിന്തകൾ വരുന്നത്. ഒരു പ്രായം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും പറയുന്നതിനേക്കാളും അവന് എന്താണ്, അവൻ്റെ സുഹൃത്ത് പറയുന്ന പല കാര്യങ്ങൾക്കുമാണ് അവൻ വില കൊടുക്കാറുള്ളത്. തീർച്ചയായിട്ടും അതെ അല്ലേ.
അപ്പോൾ എന്താണ്, അപ്പോൾ കൊന്ന് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരുമിച്ച് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇതുപോലുള്ള ഗ്യാങ്ങായിട്ട് എവിടെയെങ്കിലും പോയിരിക്കുക. അപ്പോൾ അതിലേതെങ്കിലും ഒരു കുട്ടി ഇതാണ് മദ്യം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അവനിൽ നിന്നും കുറച്ച് ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്താണ് കുറച്ചുകൂടി നല്ലതാണ്, നമുക്ക് ഒന്നുകൂടി എന്താണ് ആ ഒരു ഗ്യാങ് ഒന്നുകൂടി ഒന്ന് ശക്തമാക്കാം എന്നുള്ള ചിന്തയൊക്കെ വരുമ്പോഴാണ് ആദ്യം മദ്യത്തിൽ നിന്ന് തുടങ്ങുന്നത്. പിന്നെ എന്താണ് ഇവരെ കൂട്ടുകൂടിയിരിക്കാനായിട്ട് പല പല സ്ഥലങ്ങൾ തേടി പോകുന്നുണ്ട്. അങ്ങനെ പല പല സ്ഥലങ്ങൾ തേടി പോകുമ്പോൾ പരിചയപ്പെടുന്ന പല വ്യക്തികളിൽ നിന്നെന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? പുകയിലയും മദ്യവും നൽകുന്ന ലഹരി പോരാതെ വരുന്നു. ഒരു കൗതുകത്തിന് പതുക്കെ പതുക്കെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തിലേക്ക് തുടങ്ങുന്നു. അപ്പോൾ ആദ്യം സിഗരറ്റ് വലി തുടങ്ങുന്നു. പുകവലി തുടങ്ങുമ്പോൾ എന്താണ് അതിൽ നിന്നും ഒരല്പം എന്ത് കാര്യവും നമ്മൾ തുടക്കത്തിൽ ശീലിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ എന്താണ് കൂട്ടുകൂടി ഇരിക്കുമ്പോൾ അതൊക്കെ എന്താണ് എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് അവൻ അതൊക്കെ ചെയ്യുന്നത്. പിന്നീട് എന്താണ് മദ്യം കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെ ലഹരി പോരാണ്ട് വരുമ്പോഴാണ് എന്തിലോട്ടൊക്കെ പോകുന്നത്, മയക്കുമരുന്നിലോട്ടും കഞ്ചാവിലോട്ടൊക്കെ പോകുന്നത്. ഒരു പിശാചിൻ്റെ ക്രൗര്യത്തോടെ അവ നിങ്ങളെ അടിമയാക്കും. പുകയായും പാനീയമായും കുത്തിവെക്കലായുമൊക്കെ ആ വിഷം ഉള്ളിൽ കടന്നു തുടങ്ങിയാൽ പിന്നെ ഭ്രാന്താണ്. അപ്പോൾ പലതരത്തിലുള്ള കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് പലതരത്തിൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ് അല്ലേ, നമുക്ക് ലഭിക്കാറുണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ട്, ചിലരെന്താണ് ഇഞ്ചക്ഷൻ വഴി ഉള്ളിലേക്ക് മരുന്നെത്തിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നാവിൻ്റെ അടിയിൽ വെക്കുന്ന പലതായിട്ടും ഒക്കെയാണ് ഇവ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഒരു ഇതിലോട്ടായിരിക്കും നമ്മളെ നയിക്കുക. ഓരോ തരത്തിലായിരിക്കും അവ നമ്മളെ ബാധിക്കുക. അവ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, എവിടെ നിന്നും മോഷ്ടിക്കും, ആരെയും കൊല്ലും, ഏതു കഠിനമായ കുറ്റകൃത്യവും ചെയ്യും. അപ്പം നമ്മൾ നിരന്തരം കാണുന്ന ന്യൂസുകളിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. മകൻ എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയെ കൊല്ലുന്നത്, അച്ഛനെ കൊല്ലുന്നതൊക്കെ. അതെല്ലാം എന്താണ് ഇത്തരം മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ടാണ്. എന്താണ് പണം തികയാതെ വരുമ്പോഴാണ് അച്ഛനോടും അമ്മയോടൊക്കെ ആവശ്യപ്പെട്ടിട്ട് അവർക്കൊന്നും കൊടുക്കാനില്ലാത്തപ്പോൾ എന്താണ് അവർക്ക് ആ സമനില തെറ്റിപ്പോയി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരുടെ മാനസിക നില ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കൈകളിലായിരിക്കില്ല. പിന്നെന്താണ് ഒരു അല്പമെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും, ആരെയും കൊല്ലും എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്. നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളും ഒക്കെ കാറ്റിൽ പറക്കുന്നു. തീർച്ചയായിട്ടും അതെ അല്ലേ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിനൊപ്പം ജീവിച്ചു പോകുന്നുണ്ട്. പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തുനിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? കാരണം എന്താണ്, ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്താൽ അപ്പോൾ എന്താണ് അതിലൂടെ ലഭിക്കുന്ന ശിക്ഷയെ പറ്റിയിട്ടുള്ള ഒരു ബോധം കൊണ്ടാണ് എന്താണ് നമ്മൾ പലരും എന്താണ് പല കാര്യങ്ങളും എന്താണ് നമ്മുടെ സമൂഹത്തിനായിട്ടുള്ളൊരു നിയമമുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരം നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ആർക്കും ആരെയും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയായിരുന്നു അല്ലേ. അപ്പോൾ ആ നിയമത്തെ പേടിക്കുന്നത് കൊണ്ടാണ് എന്താണ് പലരും എന്ത് ചെയ്യുന്നത്, നമ്മളെന്താണ് നല്ല വ്യക്തികളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന വ്യക്തികളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് സ്വബോധമില്ല. അവർക്ക് എന്ത് നിയമം, എന്ത് ആദർശം, ആരെന്നെ പറ്റി എന്ത് ധരിച്ചാൽ എന്ത്, അങ്ങനെ ഒരു ചിന്തയെ അവർക്ക് വരുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും എന്താണ് അവരുടെ സമയമാകുമ്പോൾ അവർക്കത് ഉപയോഗിക്കുക, അവരാ ലോകത്തേക്ക് പോവുക, അതുമാത്രമാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്. മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അടിമ, പിന്നെ അവൻ്റേതായ ഒരു അധോലോകത്തിൽ അവൻ മുങ്ങിത്താഴുന്നു. പിന്നെന്താണ് ഇത് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതുപയോഗിച്ചിട്ട് കുറച്ച് സമയത്തേക്ക് എന്താണ് അവൻ ആ ലോകത്തേക്ക് അങ്ങ് പോകുന്നു. പിന്നെ അവൻ എന്താണ് ചുറ്റുമുള്ളത് ഒന്നും അറിയില്ല. അങ്ങനെ ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് വൻകിടക്കാരാണ്. ഇതിൽ നിന്ന് പണമുണ്ടാക്കുന്നത് കുത്തകക്കാരും വിദേശ മാഫിയ സംഘടനകളുമാണ്. അപ്പോൾ എന്താണ് ഈ മയക്കുമരുന്ന്, കഞ്ചാവ് പോലുള്ള വസ്തുക്കൾക്ക് വൻ മാഫിയ സംഘങ്ങളാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അവരാണ് എന്താണ് ഇവരെ ഇത്തരത്തിൽ ചെറിയ ഇതായിട്ട് തുടക്കക്കാരായിട്ട് അല്ലെങ്കിൽ ഇവരെന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു വാഹകരായിട്ടൊക്കെ കൊണ്ടുവരുന്നത്. ഇവർക്ക് ഇതുപയോഗിക്കുന്നവർക്ക് എന്താണ് എങ്ങനെയെങ്കിലും ഇത് കൊണ്ടെത്തിച്ചാൽ എനിക്ക് ഇത്ര രൂപ കിട്ടും, ഇത്ര രൂപ കിട്ടിയിട്ട് അവന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ചിന്തിക്കുന്നത്. എന്താണ് എനിക്ക് അതിലൂടെ എനിക്ക് കുറച്ച് സാധനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ചിന്തയാണ് അവൻ അവിടെ വരുന്നത്. അങ്ങനെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ചതിക്കുഴിയിലേക്ക് പെട്ടുപോകുന്നത്. അതേസമയം എന്താണ് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത്തരം ചെറിയ തൊഴിലാളികളെയാണ് ബാധിക്കുന്നത്. വൻകിടക്കാരും വൻ മാഫിയ സംഘങ്ങളൊക്കെ എന്താണ് രക്ഷപ്പെടും. തീർച്ചയായിട്ടും അവർ രക്ഷപ്പെടാറുണ്ട് അല്ലേ.
മോനെ, മദ്യത്തിൻ്റെയും പുകവലിയുടെയും ചിത്രങ്ങളും പരസ്യങ്ങളും ഒക്കെ ചേർന്ന് അവയെ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു. നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ്. അപ്പോൾ ഒരച്ഛൻ്റെ അമ്മയുടെയും ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ മകനോ അല്ലെങ്കിൽ മകളോ എന്താണ് നല്ല രീതിക്ക് നയിക്കുക, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടി പോകുന്ന വഴിയിൽ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. അതൊന്നും ഇല്ലാണ്ട് അവരെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു മകനോ അല്ലെങ്കിൽ മകളോ ഒരിക്കലും നശിച്ചു കാണാനായിട്ട് ഒരച്ഛനും അമ്മയും തന്നെ ആഗ്രഹിക്കുന്നില്ല, ഇല്ലേ? നിന്റെ തലമുറ ഇത്ര വിഡ്ഢികളായിക്കൂടാ കുഞ്ഞെ. സ്വയം നാശത്തിൻ്റെ പാതയിലൂടെ നിങ്ങൾ വേച്ച് നടന്നുകൂടാ. വേച്ച് നടക്കുക മീൻസ് എന്താണ്? വയ്യാണ്ട് നടക്കുക എന്നുള്ളത്, അതാണ് വേച്ച് നടക്കുക. ക്ഷീണിതനായിട്ട് നടക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ 20% ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കഴിഞ്ഞു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഓർത്തു നോക്കൂ, നിന്നെപ്പോലെ ചൈതന്യമുള്ള കുട്ടികൾ ബുദ്ധിക്ക് മാന്ദ്യവും വയറ്റിൽ വേദനയും തളർച്ചയും കരൾ വീക്കവും പിന്നെ വിറയലും വിഭ്രാന്തിയും ബാധിച്ച് സാമൂഹിക വിരുദ്ധരായി, കുറ്റവാളികളായി, മഹാരോഗികളായി, ഇഞ്ചിഞ്ചായി മരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് എന്താണ് വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ എന്താണ് ഒരു മാനസിക രോഗിയായി മാറി കഴിയുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഭയങ്കരമായൊരു മയക്കത്തിലേക്ക് പോകുമ്പോൾ എന്താണ് അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു സുഖം കിട്ടിയേക്കാം. അതുകൊണ്ട് എന്താണ് തീർച്ചയായിട്ടും എപ്പോഴും ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ച് എന്താണ് അവർ ആ ലോകത്തേക്ക് പോയി കഴിയുന്നുണ്ട്. പിന്നെ പല അസുഖങ്ങളുണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ അകത്തുള്ള പല അവയവങ്ങൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാമൂഹിക വിരുദ്ധരായി മാറുന്നു എന്നുള്ളതാണ്. സമൂഹത്തിന് നല്ല ചെയ്യുന്നതിന് പകരം എന്താണ് നമ്മൾ സമൂഹത്തെ നശിപ്പിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ളവർ ചെയ്യുന്നത്. എപ്പോഴാണ് കുറ്റവാളികളായി മാറുന്നത്? കുറ്റവാളികൾ മീൻസ് എന്താണ്? കുറ്റകൃത്യം ചെയ്യുന്നത്, അല്ലേ? കുറ്റവാളികളായി മാറുന്നത് എപ്പോഴാണ്? അവന് ഇത് മതിയാകാതെ വരുമ്പോൾ എന്താണ് മറ്റുള്ളവരെ കൊന്നിട്ടാണെങ്കിലും എന്തെങ്കിലും അവൻ്റെ പണം മോഷ്ടിക്കുക എന്നുള്ള ചിന്ത അവിടെ വരുന്നത്. ഒരിക്കലും ഒരു മോഷണം എന്ന് പറയുന്നത് എന്താണ് നല്ല കാര്യം എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അവന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു മോഷണം എന്നുള്ള ചിന്തയിലേക്ക് അവൻ നടക്കുന്നത്. ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, നോർമലായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്താണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവില്ല. അവനെന്താണ് സമൂഹത്തെ ഭയക്കും. പക്ഷേ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് എന്താണ് സമൂഹമെന്നോ ഉള്ള ഒരു ചിന്തയും അവരെ ബാധിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ആരംഭിക്കുന്നത് തൽക്കാലത്തെ കൂട്ടുകൂടിയുള്ള വെറും ഒരു നേരം പോക്കിൽ നിന്നാണ്. അപ്പോൾ ഒരു കൂട്ടുകൂടിയുള്ള ഒരു നേരം പോക്ക്, ഒരു തമാശയായിട്ടാണ് ഇത് തുടങ്ങുന്നത്. ആ നേരം പോക്കിൽ നിന്ന് തലയുരാൻ ശ്രമിക്കുമ്പോഴേക്ക് കഴുത്തിൽ കയർ കുരുങ്ങി മുറുകി കഴിഞ്ഞിരിക്കും. അപ്പോൾ എന്താണ് അത് ഒരു രസത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് പിന്നെ എന്താണ് നമുക്കത് കിട്ടാണ്ട് വരുമ്പോൾ നമ്മുടെ അവസ്ഥ ആ അവസ്ഥയാണ് നമ്മളെന്താണ് ഓരോരോ കുറ്റകൃത്യങ്ങളിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ ഓരോരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് വഴി എന്താണ് നമ്മളും ഓരോരോ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കും. അതാണ് ഇവിടെ കയർ കുരുങ്ങി മുറുകി കഴിഞ്ഞിരിക്കുന്നു. അതായത് നമുക്കത് ഒരിക്കലും അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുന്നത്. മോനെ, നിവർന്ന നട്ടലോടെ ഉയർന്ന ശിരസ്സോടെ തെളിഞ്ഞ ബുദ്ധിയോടെ ശുദ്ധനായി അഭിമാനിയായി വളർന്നു വരാൻ എൻ്റെ കുഞ്ഞിന് കഴിയുമാറാകട്ടെ. അത് കാണാനുള്ള ഭാഗ്യം നിൻ്റെ അമ്മയ്ക്കും നിന്നെപ്പറ്റ നാടിനും ഉണ്ടാകട്ടെ എന്ന് മാത്രം എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇത്തരം ഒരു കുട്ടിയുടെ സംഭവങ്ങൾ അറിയിച്ചുകൊണ്ട് അമ്മ എന്താണ് മകനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് മകനെ, ഇതുപോലുള്ളതിലൊട്ടൊന്നും നീ പോകരുത്. നല്ല തെളിഞ്ഞ ബുദ്ധിയോടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നത് എന്താണ്, നീ നാളെ നല്ലൊരു വ്യക്തിയായി മാറണം, സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയിലാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ആയി വരിക എന്ന ആ ഒരു പ്രാർത്ഥന, ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് ഈ കത്ത് അവസാനിക്കുന്നത്. ശരി, ഇനി നമ്മുടെ ടൈറ്റിലോട്ടൊന്ന് പോയി നോക്കിയേ. വീണുയർന്ന് വളരണം, കണ്ണു രണ്ടും തെളിയണം, പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ട് നീങ്ങണം. ഇവിടെ മുള്ള് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്ന എന്തായിരിക്കാം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതെ, തീർച്ചയായിട്ടും ലഹരി പദാർത്ഥങ്ങൾ, അല്ലേ? അതിനെയാണ് ഇവിടെ എന്താണെന്ന് പറയുന്നത്, മുള്ള് കണ്ട് നീങ്ങണം. അതായത് നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള വ്യക്തികളുണ്ടായിരിക്കാം. അവരിലൊന്നും ഉൾപ്പെടാതെ നമ്മളെന്താണ് നല്ല കുട്ടികളായി വളരണം. കണ്ണ് രണ്ടും തെളിയണം. കണ്ണ് രണ്ടും തെളിയുന്നത് എന്താണ്? തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം കണ്ണ് രണ്ടും തെളിയേണ്ടതെന്നാണ് പറയുന്നത്. അതുപോലെ നീ സഞ്ചരിക്കുന്ന വഴികൾ എങ്ങനെയുള്ളതായിരിക്കണം? മുള്ളുകളുള്ള വഴികളായിരിക്കണമോ? മുള്ളുകൾ മീൻസ് എന്താണ്? പലതരത്തിലുള്ള
ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ നിറഞ്ഞ വഴികൾ, അല്ലെങ്കിൽ എന്താണ്, പല പല ക്രൂരകൃത്യങ്ങൾ നിറഞ്ഞ വഴികൾ ഒരിക്കലുമല്ല. നീ വളരേണ്ടത് എന്താണ്, അല്ലെങ്കിൽ നീ പോകേണ്ട വഴികൾ എങ്ങനെയാണ്? പൂവിരിഞ്ഞ വഴികൾ, നല്ല പൂക്കളുള്ള, നല്ല നിറമുള്ള പൂക്കളുള്ള, നല്ല നല്ല ഓർമ്മകളുള്ള വഴികളിൽ കൂടെയാണ് നീ പോകേണ്ടതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ആശയം. എല്ലാവർക്കും മനസ്സിലായിരുന്നെന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റുകൾ വഴി ചോദിക്കാവുന്നതാണ്. ഓക്കെ.